ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. കസ്റ്റാർഡ് ബിസ്ക്കറ്റ് പുഡിംഗ്. ഇതിൻ്റെ അകത്ത് ഞാൻ ചോക്ലേറ്റും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മിൽക്ക്, കോൺഫ്ലോർ, കസ്റ്റാർഡ് പൗഡർ, ഷുഗർ, ബിസ്ക്കറ്റ്, വാനില എസൻസ്, കോഫി പൗഡർ. പിന്നെ കുറച്ച് ചോക്ലേറ്റും ബട്ടറും. ഇത് നിർബന്ധമില്ല, എങ്കിലും ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇന്ന് ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യാതെ. ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് പാലെടുത്ത് ആ കസ്റ്റാർഡ് പൗഡർ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, കട്ടയൊന്നും കൂടാതെ. നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് ഷുഗറോട് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ആ കസ്റ്റാർഡ് മിക്സറോട് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കണം, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. ഇതിപ്പോൾ ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഇത്രയും കുറുകിയാൽ മതി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ കാപ്പിപ്പൊടി ഒഴിച്ച് വെച്ചിരുന്ന മിക്സർ തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് മുക്കി വെക്കാം. ഞാനിത് ബോർബോൺ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ചോക്ലേറ്റ് കൂടെ ചേർക്കുന്നുള്ളതുകൊണ്ട്, ഇതിൻ്റെ അകത്തും ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എടുത്തുകൊള്ളുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ കസ്റ്റാർഡ് മിക്സും കൂടെ ചേർക്കാം. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സാണിത്. അടുത്ത ലെയർ ബിസ്ക്കറ്റ് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ കോഫിക്കകത്ത് മുക്കി നമുക്ക് വെക്കാം. വീണ്ടും ആ പുഡിംഗ് മിക്സർ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിക്കുക. നന്നായിട്ട് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ അത് മിക്സർ ഒഴിക്കണം. ഇനി നമ്മുടെ ആ ചോക്ലേറ്റ് ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. അതായത് ഒരു പാനിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ഗ്ലാസ് ബൗൾ വെച്ചിട്ടാണ് ഈ ചോക്ലേറ്റ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർക്കുക. ഇതിലൊരു ഇച്ചിരി ലൂസായിട്ട് വരുള്ളൂ, നല്ല ഫ്ലഫി ആയിരിക്കും അത്. ഇനി നമ്മുടെ ആ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഈ ചോക്ലേറ്റ് മിക്സറൂടെ ചേർക്കുക.
ഇതൊന്ന് തണുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റണം. ഇതാ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് തണുപ്പിച്ചതാണ്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതുമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടെ വരുമ്പം നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റിയാണിത്.